എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കബൂട്ടോയെ ഇടിച്ചു തെറിപ്പിച്ച കുട്ടപ്പനാണ് കാണിക്കുക. ആ ഹിറ്റ് കൊണ്ട് നമ്മുടെ കബൂട്ടോ ആഞ്ഞു തെറിച്ച് ദൂരേക്ക് പോവും. ഒരു സെക്കൻഡ് എല്ലാവരും ഷോക്കാവും. സൈലൻസ്, ഫുൾ ഓഫ് സൈലൻസ്. അടിപൊളി കുട്ടപ്പ എന്ന് പറഞ്ഞ് നമ്മുടെ മാമൻ അവനെ പ്രശംസിക്കുമ്പോ നമ്മുടെ ആന്റിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. കുട്ടപ്പന്റെ അടിയില് അവിടെ വലിയൊരു തുരങ്കം തന്നെ സൃഷ്ടിക്കപ്പെടും. ഒറോച്ചിമാറും ആവട്ടെ വണ്ടറടിച്ച് ഇവനാള് ഞാൻ കരുതിയ പോലെ അത്ര നിസ്സാരക്കാരനല്ല എന്ന് പറയുമ്പോ ഇവിടെ ആന്റിയുടെ ഞെട്ടല് മാറിയിട്ടേ ഇല്ല. കാരണം കുട്ടപ്പൻ പറഞ്ഞതുപോലെ വെറും 3 ദിവസം കൊണ്ട് എല്ലാം പഠിച്ച് ഇപ്പൊ കബൂട്ടോയെ പോലും അടിച്ചു തെറിപ്പിച്ചിരിക്കുന്നു. കബൂട്ടോയുടെ ചോര കുറെ പോവെങ്കിലും അവന് കാര്യമായിട്ട് ഒന്നും തന്നെ പറ്റില്ല. അവൻ വീണ്ടും എണീറ്റ് അടി കൂട്ടാനായിട്ട് മുരച്ച് നിൽക്കും. നറൂട്ടോ കുറെ നേരം എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ഓൾറെഡി അവൻ അത്രയും പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വായിലൂടെ രക്തം കക്കി നമ്മുടെ കുട്ടപ്പൻ താഴേക്ക് വീഴും. പക്ഷെ കബൂട്ടോ ആവട്ടെ അവൻ കൂളായിട്ട് നടന്നു വരുമ്പോ അവന്റെ ബോഡിയിൽ കുട്ടപ്പൻ അടിച്ച ആ ഒരു അടി പതിയെ ഹീലാവുന്നത് നമ്മുടെ ആന്റി നോക്കി നിൽക്കും. ഇതെല്ലാം ഒറോച്ചിയുടെ പവറാണ്. അവൻ കബൂട്ടോയ്ക്ക് പുതിയ സെല്ല് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ജിപ്സ് പഠിപ്പിച്ചു കൊടുത്തു. കബൂട്ടോയുടെ ബോഡിയിൽ എന്തൊക്കെ പരുക്ക് പറ്റിയാലും അത് നിമിഷങ്ങൾക്കകം തന്നെ ശരിയായി അവിടെ പുതിയ സെല്ല് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഈ ഒരു ജിപ്സ് യൂസ് ചെയ്യണമെങ്കിൽ അവന്റെ ഉള്ളിലുള്ള മുഴുവൻ ചക്ര പവറും യൂസ് ചെയ്യണം. കബൂട്ടോ അണ്ണനും അവന്റെ കംപ്ലീറ്റ് ജിപ്സും യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ആ കാര്യം അവൻ പുറത്തു പറയില്ല. പറഞ്ഞാല് അവന്റെ നെഞ്ചത്ത് കയറി ബാക്കിയുള്ള ഒരു പൊങ്കാല ഇടുമെന്ന് അവന് കറക്റ്റ് ആയിട്ട് അറിയാം. അവൻ അങ്ങനെ സ്ലോ മോഷനില് മുൻപോട്ടേക്ക് നടന്നു വരുമ്പോ കംപ്ലീറ്റ് ചക്രയും തീർന്ന് അവന്റെ വെടിയും തീർന്ന് എന്നും പറഞ്ഞ് താഴെ വീഴും. കബൂട്ടോയുടെ സെൽസ് ഒക്കെ പുതിയതാണെങ്കിലും ആ ഒരു ഇടിയുടെ ആഘാതത്തില് ഇപ്പൊ കബൂട്ടോയ്ക്കും എണീക്കാനാവില്ല. ആന്റിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് കുട്ടപ്പന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് അസാധാരണമായിട്ട് ബീറ്റ് ചെയ്യുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവും. മാത്രമല്ല അവന്റെ പൾസ് ഇപ്പോ കുറഞ്ഞു വരികയാണ്. കബൂട്ടോയുടെ ഇടിയിലാണ് നമ്മുടെ കുട്ടപ്പന് ഇത്രയും വലിയ പരുക്ക് പറ്റിയത്. അവൾ ഉടനെ അവളുടെ കൈയൊക്കെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആരംഭിക്കും. അപ്പുറത്ത് തവളക്കുഞ്ഞന്മാരും പന്നിക്കുട്ടിയും കൂടെ അത് നോക്കിയിരിക്കും. കുട്ടപ്പന്റെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് തന്നെ അവളുടെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അവന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കബൂട്ടമെല്ലാം തല ഉയർത്തി, നിനക്കൊരിക്കലും അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ ഹാർട്ടിലേക്ക് പോകുന്ന ചക്ര നെറ്റ്വർക്ക് തന്നെ ഞാൻ അടിച്ചു തകർത്ത് കളഞ്ഞു. അതിലൂടെയാണ് നമ്മുടെ കുട്ടപ്പന് 9 ടൈൽ ഫോക്സിന്റെ ആ ഒരു പവർ ലഭിക്കുന്നത്. നീ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അവനെ രക്ഷപ്പെടുത്താനാവില്ല എന്ന് അവൻ വീണ്ടും പറയുമ്പോ അതിനവള് ദേഷ്യപ്പെട്ട് പറയും, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. അവള് വീണ്ടും കുട്ടപ്പനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ അവൾക്ക് പെട്ടെന്ന് അവളുടെ ബ്രദറിന്റെയും അതുപോലെ തന്നെ ലവറിന്റെ ഓർമ്മ വരും. അവരും ഇതുപോലെ തന്നെയാണ് ജീവന് വേണ്ടി തുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുട്ടപ്പന്റെ ശ്വാസം മുഴുവനായിട്ടും അവിടെ നിലച്ചു പോവും. ആന്റി രക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവസാനമായിട്ട് അവന്റെ ഷർട്ട് തുറന്നു നോക്കുമ്പോ 9 ടൈൽ ഫോക്സിനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതും പതിയെ മറയാൻ തുടങ്ങും. അതിനും അതിന്റെ പവർ പുറത്തെടുക്കാൻ കഴിയാതെ പതിയെ കണ്ണടച്ചു പോകും. നമ്മുടെ ആന്റി കമോൺ വേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ കുട്ടപ്പൻ അവന്റെ കണ്ണ് പതിയെ തുറന്ന് ആ ഒരു നെക്ലേസിൽ കൈവെക്കും. ഞാൻ ഈ ബെറ്റ് ജയിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോ കബൂട്ടോ ശരിക്കും വണ്ടടിച്ചു പോവും. കാരണം ഇങ്ങനൊരു അവസ്ഥയിലും കുട്ടപ്പൻ സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഹൊക്കാകെ ആവണം, തീർച്ചയായിട്ടും ഞാൻ വിജയിക്കുമെന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ച് അവക്ക് പതിയെ കരച്ചിൽ വരും. അവൾ പതിയെ വീണ്ടും അവളുടെ ലവറിനെയും അനിയനെയും ഓർത്തുകൊണ്ട് കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല കുട്ടപ്പൻ ഇട്ടു കൊടുക്കും. അവളിരുന്ന് കരയാണ്. അവൾക്കിപ്പോ ആകെയുള്ള ആശ്വാസം കുട്ടപ്പൻ മാത്രമാണ്. ഇത് കണ്ട് ഒറോച്ചിമാറു അവനും അട്ടഹസിക്കാൻ തുടങ്ങും. നിന്റെ കുട്ടപ്പന്റെ കാര്യത്തില് ഇപ്പൊ ഏകദേശം തീരുമാനമായി. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ എന്ന് പറയുമ്പോ നമ്മുടെ മാമനാവട്ടെ കുട്ടപ്പന്റെ കൂടെയുള്ളത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. തീർച്ചയായിട്ടും കുട്ടപ്പൻ ഞങ്ങൾക്ക് തിരികെ കിട്ടും. അതോർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഫൈറ്റ് ആരംഭിക്കും. അപ്പൊ കുട്ടപ്പന്റെ കിടപ്പ് കണ്ട് പെട്ടെന്ന് കാക്കാഷിക്ക് ഒരു കാര്യം ഓർമ്മ വരും. ഈ ഒരു അവസ്ഥയില് അക്കൻഷുക്കി സംഘടന കുട്ടപ്പനെ കാണുകയാണെങ്കിൽ അത് വലിയ പ്രശ്നത്തിന് കാരണമാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ അവനെ കൊല്ലാന്ന് പറഞ്ഞ് ഒറോച്ചിമാറു കുട്ടപ്പന്റെ നേർക്ക് ചാടി അങ്ങോട്ട് ചെല്ലും. ഇത് കണ്ട ജിറയ മാമൻ അവന്റെ പുറകെ തന്നെ പോകുമ്പോ നമ്മുടെ വില്ലനാവട്ടെ മാമന്റെ കാലെ വാരി നിലത്തൊരൊറ്റ അടി. കട്ട് ചെയ്ത വീണ്ടും ഒറോച്ചിമാറു സ്നേക്കിന്റെ കത്തിയെടുത്ത് കുട്ടപ്പനെ വെട്ടാനായിട്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. നീ 9 ടൈൽ ഫോക്സിന്റെ പവർ കൊണ്ട് എന്നെ തകർക്കാൻ ശ്രമിക്കുക അല്ലേടാന്നും പറഞ്ഞ് കത്തിയെടുത്ത് കുത്തുമ്പോ പാവ ആന്റി കയറി ഇടയിൽ നിൽക്കും. അങ്ങനെ കുത്തുകൊണ്ട് നമ്മുടെ ആന്റി ആവട്ടെ അവിടെ കിടന്ന് പെടയും. ഇപ്പൊ ഒരു കാര്യം, നമ്മുടെ കുട്ടപ്പനെ രക്ഷിക്കാൻ ആരുമില്ല. ജിറയ മാമനും
ആന്റിയും എല്ലാവരും കുത്തുകൊണ്ട് കിടക്കുകയാണ്. എന്റെ ആദ്യത്തെ അനിയനോ മരിച്ചുപോയി, ഇവനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുൻപിലേക്ക് കയറി നിൽക്കും. ഇത്രയും കൂടുതൽ കഴിവുകളുള്ള നീ ഒരു കുട്ടപ്പന് വേണ്ടി നിന്റെ ജീവിതം വെറുതെ നശിപ്പിക്കരുത്. നീ എത്രയും പെട്ടെന്ന് മാറിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഒറോച്ചിമാറു പറയുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ കുട്ടപ്പനെ വിട്ടു കൊടുക്കാനേ തയ്യാറാവില്ല. എന്റെ മരണം വരെ ഇവന്റെ രോമത്തിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഇവനാണ് എന്റെ വില്ലേജിന്റെ കാവൽക്കാരൻ, ലീഫ് വില്ലേജിന്റെ തന്നെ 5th ഹൊക്കാഗെ. അവള് പതിയെ ജിറയമാമൻ പറഞ്ഞ കാര്യം ആലോചിക്കും. പിന്നീട് കുട്ടപ്പൻ ലീഫ് വില്ലേജിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ അവളെ അടിക്കാൻ വന്നത് അവൻ ജനിച്ചതുപോലും വലിയൊരു ഹൊക്കാഗെ ആകാൻ മാത്രമാണ്. ഗ്രാമത്തിനു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും അവൻ തയ്യാറാണ്. വലിയൊരു ഹൊക്കാഗെയായി സ്വാർത്ഥനായി ജീവിക്കാതെ ഗ്രാമത്തിനു വേണ്ടി ജീവിക്കാനാണ് കുട്ടപ്പൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് മനസ്സിലാവും തന്റെ ആദ്യത്തെ അനിയനോ മരിച്ചുപോയി, ഇവനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇവന് കാവലിരിക്കുന്നു പറയുമ്പോ ഒറോച്ചിമാറു ചിരിച്ചിട്ട് നീ നിന്റെ ജീവിതം ഒരു മണ്ടന് വേണ്ടി കളഞ്ഞെന്ന് പറഞ്ഞ് അവളെ ഒരു ഒറ്റ വെട്ട്. ഇപ്പൊ കുട്ടപ്പൻ തനിച്ചാണ്. അവൻ വീണ്ടും കത്തിയെടുത്ത് അവന്റെ അടുത്തേക്ക് നടക്കുമ്പോ മാമൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ജിപ്സി യൂസ് ചെയ്യുമ്പോഴേക്കും ഒറോച്ചിമാറു കത്തിയെടുത്ത് ഒരൊറ്റ കുത്ത്. എല്ലാവരും നിലവിളിച്ച് കുട്ടപ്പന്റെ കാറ്റ് പോയി നോക്കുമ്പോ വീണ്ടും ആന്റി ആവട്ടെ കുട്ടപ്പന് കുത്തുകൊള്ളാതെ അവളുടെ ദേഹത്ത് തന്നെ കുത്ത് ഏറ്റുവാങ്ങും. ഓൾറെഡി ഒറോച്ചിമാറു അവളുടെ ചെസ്റ്റിൽ കുത്തി പരിക്കേൽപ്പിച്ചതാണ്. വീണ്ടും അവള് അവനെ രക്ഷിക്കാനായിട്ട് എഴഞ്ഞു വന്ന് കുത്തുമേടിക്കുന്നു. അവളുടെ വായിലൂടെ കട്ട രക്തം പുറത്തേക്ക് വരുമ്പോ ഒറോച്ചിമാറു വീണ്ടും നീ ചാകാനായിട്ടും അവനെ രക്ഷിക്കുവല്ലേടി. അതിനവള് പറയും എന്റെ ജീവൻ പോകുന്നത് വരെ കുട്ടപ്പന്റെ ദേഹത്ത് തൊടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. എന്റെ ജീവൻ അതിനിയും പോയിട്ടില്ല എന്ന് പറയുമ്പോ ഒറോച്ചിമാറു ചാടി അവളുടെ ദേഹത്ത് വീണ് ചത്തുപോ എന്നും പറഞ്ഞ് അവളെ കുത്തി അങ്ങോട്ടേക്ക് ഇടും. ബോഡി കിടുകിടാ വരച്ച് അവളാവട്ടെ ഒന്നും ചെയ്യാനാവാതെ അവിടെ കിടക്കും. നീ എന്തിനാണ് ഇവന് വേണ്ടി കുത്തുകൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലീഫ് വില്ലേജുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. അവനെ കൊല്ലാതെ ഞാൻ അടങ്ങില്ല എന്ന് പറയുമ്പോ വീഴാണ് അവന്റെ മോന്തയ്ക്ക് ഒരു തൊഴി. ആ തൊഴിയില് അവൻ കറങ്ങി അടിച്ച് വീഴുമ്പോ അത്ര നേരവും വിറച്ചു കിടന്ന നമ്മുടെ ആന്റി ആവട്ടെ അവൾ എണീറ്റ് നിൽക്കും. ഞാൻ ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗെയാണ്, 5th ഹൊക്കാഗെ. തീർച്ചയായിട്ടും എന്റെ ഗ്രാമത്തിനു വേണ്ടി മരണം വരെ ഞാൻ പോരാടും. ഒറോച്ചിമാറു ഞെട്ടിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ പുതിയൊരു സിമ്പിൾ തന്നെ അവളുടെ നെറ്റിയിൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും. ഇത് കണ്ട അസിസ്റ്റന്റ് പെണ്ണിന്റെ കിളി പോയിട്ട് അവൾ തിരിച്ചറിയും ഇപ്പൊ നമ്മുടെ ആന്റിക്ക് ബ്ലഡിനോട് യാതൊരു പേടിയില്ല. അവൻ ചിരിക്കും. കാരണം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അവളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാനാവില്ല. പക്ഷെ ആന്റി അവളുടെ മുഴുവൻ പവറും എടുത്ത് അടിക്കാൻ റെഡിയാവും. അവള് ഞൊട്ടിയിടയില് സീക്രട്ട് ജിപ്സ് ഉപയോഗിക്കുമ്പോ അവളുടെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ മുറിവുകളും പെട്ടെന്ന് തന്നെ ഉണങ്ങിയില്ലാതാവും. അപ്പൊ ഒറോച്ചിമാറു മാത്രമല്ല, ഇത്ര വർഷങ്ങൾക്കിടയില് അവളും ഒരുപാട് സീക്രട്ട് ജിപ്സു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ അവൾ അവളുടെ ചക്ര പവർ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തു. അവൾക്ക് എപ്പോഴൊക്കെ മുറിവുണ്ടാവോ അപ്പോ ഒക്കെ തന്നെ അത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഇല്ലാതാക്കി കളയും. ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും അത് റീസ്റ്റാർട്ട് ആവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആന്റിക്ക് മരണമേ ഇല്ല. അസിസ്റ്റന്റ് പെണ്ണാവട്ടെ ഇതെന്ത് സാധനമാണെന്നും പറഞ്ഞ് വായും തുറന്നിരിക്കും. ആന്റി പെട്ടെന്ന് സമറിൻ ജിപ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോ ഇവിടെ മാമനും ആളുടെ സമറിൻ ജിപ്സു പുറത്തെടുക്കാൻ ആരംഭിക്കും. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് സമറിൻ ജിപ്സ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കബൂട്ടോയെ കൊണ്ട് ഒറോച്ചിമാറു ഇപ്പോ സമറിൻ ജിപ്സ് എടുക്കാൻ തുടങ്ങും. ഇപ്പൊ ഒരു കാര്യം, നമ്മുടെ മാമനാവട്ടെ വലിയൊരു തവളയെ കൊണ്ടുവരും. നമ്മുടെ ആന്റിയോ വേറെന്തോ ഒരു സാധനത്തെ കൊണ്ടുവരും. ബ്രഹ്മാണ്ഡ വില്ലൻ ഒറോച്ചിമാറു ആവട്ടെ വലിയൊരു പാമ്പിനെയും കൊണ്ടുവന്ന് ബ്രഹ്മാണ്ഡ യുദ്ധം ആരംഭിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.